ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. മേട 10 രാവിലെ നടന്ന കലങ്കരിക്കൽ വഴിപാടിന് നിരവധി ഭക്തരെത്തി. വൈകിട്ട് ദീപാരാധന, കളമെഴുത്തും പാട്ടും, പ്രസാദമൂട്ട് എന്നിവയും നടന്നു. 10ാമതേ ദിനത്തിൽ കുഞ്ഞന്മാരാർ സ്മാരക ഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ തിരുമറയൂർ മുരളീധരമാരാരും സംഘവും മുടിയേറ്റ് അവതരിപ്പിച്ചു. അനുഷ്ഠാന കലാരൂപമായ മുടിയേറ്റിന്റെ അവതരണം ക്ഷേത്രസന്നിധിയിലെത്തിയ ഭക്തർക്ക് നവ്യാനുഭവമായി. കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധവും ദാരിക വധവുമെല്ലാം അവതരിപ്പിക്കപ്പെടുന്ന മുടിയേറ്റ് കാണാൻ നിരവധി ഭക്തരാണ് എത്തിയത്. കാളിയും ഹാസ്യകഥാപാത്രമായ കൂളിയും ദാരിക ദാനവേന്ദ്രന്മാരും കോയിമ്പട നായരും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചു. ചെണ്ടയുടെ ദ്രുതതാളത്തിനൊപ്പം കാളിയുടെ പുറപ്പാടും കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധവും അവതരിപ്പിക്കുമ്പോൾ കാണികളും കൂടി അവതരണത്തിൽ ഭാഗവാക്കാകുന്നത് അനുഷ്ഠാന കലയായ മുടിയേറ്റിന്റെ സവിശേഷതയാണ്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു വരുന്നുണ്ട്. അതോടനുബന്ധിച്ച് ഭക്താനുകളുടേതായ സഹകരണങ്ങളും നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാ 10ാം ഉദയത്തിനും ഇതുപോലെ തന്നെ മകരപ്പള്ളി ഉത്സവം പോലെ തന്നെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു പ്രധാന ദിവസമാണ് 10ാം ഉദയം. മിക്കവാറും ദിവസങ്ങളിൽ ഈ 10ാം ഉദയത്തോടനുബന്ധിച്ച് മുടിയേറ്റ്, ഗരുഡൻ പറവ, കൂടാണ്ട് ഈ പറഞ്ഞ പോലെ വിശേഷ ദീപാരാധന എന്നിവ നല്ല രീതിയിൽ ഭഗവതിയുടെ ഇഷ്ട വഴിപാടായ മുടിയേറ്റോട് കൂടി നടത്തി പരിസമാപ്തി വരുത്തുന്നു. ഭൂമിയിൽ ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിച്ച ദാരിക ദാനവന്മാരെ കാളി നിഗ്രഹിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ രൗദ്രഭാവങ്ങളും ഹാസ്യരസങ്ങളുമെല്ലാം മാറി മറയുന്ന അവതരണ ശൈലിയിലൂടെ ശ്രദ്ധേയമാകുകയായിരുന്നു.